സീനത്ത് കൊക്കൂർ. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ എനിക്ക് 41 പിന്നിട്ടു. വീടും സമൂഹവും പ്രകൃതിയും എല്ലാം ചേർന്നതാണ് എൻ്റെ ഓരോ ദിനങ്ങളും. കോക്കൂർ എന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് എത്തിയിരിക്കുന്നത്. ഈ ഗ്രാമത്തിനൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിൻ്റെ 3 ജില്ലകളുമായി അടുപ്പം പുലർത്തുന്ന ഒരു ഗ്രാമമാണിത്. മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ. മലപ്പുറം ജില്ലയിൽപ്പെട്ട ഈ കോക്കൂരിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാറി സഞ്ചരിച്ചാൽ പുന്നയൂർക്കുളത്തിനടുത്തുള്ള വന്നേരിയിലെത്താം. കമലാ സുരയ്യയെ വളർത്തിക്കൊണ്ടുവന്ന നാലപ്പാട്ട് തറവാട്, ബാല്യകാല സ്മരണകളും നീർമാതള പൂത്ത കാലവുമൊക്കെ ജന്മം കൊണ്ട വന്നേരി. ആ വന്നേരിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ കോക്കൂർ ഒരു സവിശേഷമായ ഒരു വ്യക്തിത്വമുണ്ട്. അവരുടെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഇത്തവണത്തെ യാത്ര. അവരുടെ വീട്ടിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞാൻ ഒരുപാട് നിങ്ങളെ കുറിച്ച് കേട്ടിരുന്നു, ഒരുപാട് അറിഞ്ഞിരുന്നു. ആദ്യമായിട്ട് വരികയാണ്. നിങ്ങളുടെ ലോകത്തിലോട്ടാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു പ്രകൃതിയിലോട്ടാണ്, നിങ്ങളുടെ ജീവിതത്തിലോട്ടാണ് ഇത്തവണത്തെ യാത്ര. അപ്പൊ ആദ്യം നമുക്ക് നിങ്ങളുടെ ചുറ്റുപാടിലേക്ക് ഒരു യാത്ര പോവാം. സന്തോഷം. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. ഇവിടെ എത്ര ഈ കോഴികളും താറാക്കളും പിന്നെ മറ്റേ കോഴിയുണ്ടല്ലേ, ഗിരിരാജ അല്ലേ? ഗിരിരാജ അല്ലേ? എത്ര ഉണ്ട്? എത്ര ഇനങ്ങളുണ്ട് മൊത്തം? കോഴി 100ഓളം നാടൻ കോഴികളുണ്ട്, 4-5 ടർക്കിക്കോഴി, അതുപോലെ തന്നെ പിന്നെ താറാവ് ഒരു 10-50 എണ്ണം ഉണ്ടായിരുന്നു. വെച്ചിട്ട് ഒരു 10-15 എണ്ണം ഒക്കെ ഉണ്ട്. അങ്ങനെ ആളുകള് വന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കും. കോഴിമുട്ട ഒരുപാട് കിട്ടലുണ്ടോ? ഇപ്പൊ അത് BB380 ആയിരുന്നു വളർത്തിയിരുന്നത്. അത് ഒരു പിന്നെ 10-25 എണ്ണൊക്കെ ഡെയിലി കിട്ടിയിരുന്നു. ഇപ്പൊ നാടൻ കോഴി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അത്യാവശ്യം അടുത്തുള്ളവർക്ക് നമുക്കൊക്കെ ഉള്ള തന്നെയാണ്. പക്ഷെ ഇത് കൂടുതലും കുട്ടികള് നമ്മുടെ വിപണനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളും ഉണ്ട്, അവർക്ക് കുട്ടികള് വേറുണ്ട്. അല്ല, ഈ ശരിക്കും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആടില് ഒരാടാണ് കഥാപാത്രം, പാത്തുമ്മ അല്ല. ഇവിടെ ഒരുപാട് ആടുകളുണ്ട് കഥാപാത്രമായിട്ട്. ഇത്രയും ആടുകൾ എങ്ങനെയാണ് ശരിക്കും ഇതിന്റെ പരിപാലനമൊക്കെ ഒരു ഭാരമായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്? ഒരിക്കലും ഭാരമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇതൊരു ഭാരമുള്ള ജോലിയാണ്. അത് ഭാരമായി തോന്നാത്ത നമുക്ക് ഇതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും നമ്മളെ പൂർവികരൊക്കെ ജീവിച്ചിരുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പൊ അതിനങ്ങനെ ആണെങ്കിൽ ജീവിച്ചു. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഭാരമായിട്ടോ, പലരും ചോദിക്കും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തൊക്കെ പോകാൻ പറ്റും. നമുക്ക് പുറത്ത് പോകുന്നതിനോ ഒന്നൊരു പ്രയാസമില്ല. നമ്മളതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് രാവിലെ അവർക്ക് എണീറ്റ് വർഷം തന്നെ അവരുടെ കാര്യം ഫുഡ് കൊടുക്കും. അതുപോലെ വൈകുന്നേരത്താണെങ്കിലും ഇത് എന്ന് വെച്ചാൽ വലിയൊരു വരുമാനമാണ്. അപ്പൊ നമ്മൾ ഈ കൊറോണ ഒക്കെ ആയിട്ട് ലോക്കായിട്ടും നമുക്കൊരു പല ആളുകൾ ഇതൊരു ATM, ചെറിയൊരു ATM ആണ് പറയുന്നത്. ശരി തന്നെയാണ്. നമ്മൾ അത്യാവശ്യം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ 1-2 വിറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രയാസം നീങ്ങാനും ഒരു ടെൻഷനില്ല. പിന്നെ കൂടുതലും നമ്മൾ കുട്ടികൾക്ക് കുടിക്കാനാണ് കൊടുക്കാറ്. പക്ഷെ നമ്മൾ അത്യാവശ്യത്തിന് തൈര് ഉണ്ടാക്കാൻ ചിലപ്പോൾ ഇടയ്ക്കെടുത്ത് കറങ്ങി കുടിക്കാറുണ്ട്. നല്ല ശരീരത്തിന് നല്ലതാണ്. അത് വളരെ കുറച്ച് മാത്രം, എന്നാലും കൂടുതൽ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കും.
മുന്തിരി എവിടെ? ഇതിപ്പോ ഏത് ചെടിയാണ്? ചെടി ഇത് പേരയാണ്. പേരയാണല്ലേ? വെരിഗേറ്റഡ് പേര. ശരിക്കിപ്പോഴ് ഇവിടെ ഏതൊക്കെ ചെടികളുണ്ട്? ഇവിടെ ഇപ്പൊ ഏകദേശം 19ഓളം വിദേശ സ്വദേശ ഫ്രൂട്ടിന്റെ തൈകൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ പിറന്നാൾ ദിനങ്ങളിലൊക്കെ പിറന്നാൾ മരം നടുക എന്നുള്ളൊരു കൺസെപ്റ്റും നമ്മളെടുത്തുണ്ട്. അപ്പൊ എല്ലാ മക്കളുടെ ഒക്കെ ഓരോ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഒരു ബർത്ത്ഡേ ട്രീ എന്ന നിലക്ക് ഓരോ തൈകൾ നടാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ എനിക്ക് 41 വയസ്സ് തികയുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഏകദേശം ഒരു 41ഓളം തൈകൾ നമുക്ക് വെക്കണം ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഏകദേശം 41ഓളം തൈകൾ അതിലും കൂടുതൽ തൈകൾ കൊടുന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 2-3 വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടുമിക്ക വിദേശ ഫ്രൂട്ടുകളൊക്കെ സ്വദേശം. ഇപ്പോൾ ഈ ഫ്രൂട്ടിന്റെ കൃഷിയാണ് കൂടുതൽ അല്ലേ? ഇപ്പോൾ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് ഫ്രൂട്ടിലേക്കാണ്. എന്താ വെച്ചാൽ നമ്മൾ കുറേ പുറത്തുനിന്നൊക്കെ മാരകമായ വിഷമൊക്കെ അടിച്ചിട്ടുള്ള കുറേ ഫ്രൂട്ടുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഒരു ഭക്ഷ്യ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഇത് കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പച്ചക്കറികളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. പച്ചക്കറി ഇപ്പോൾ ഇത് കാരണം ഒന്ന് ശ്രദ്ധ കുറഞ്ഞിട്ടുണ്ട്, ഉണ്ണ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ കെയർ ചെയ്യുന്നത് 1 വർഷം 2 വർഷം നന്നായി കെയർ ചെയ്താൽ പിന്നെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വർഷമായിട്ട് എല്ലാ വർഷത്തിലും നമുക്ക് നല്ല ഫ്രൂട്ടുകൾ നമുക്ക് അതിന് പിന്നെ വലിയ പരിചരണം വേണ്ട. നമുക്കത് വിപണനം നടത്തണമെങ്കിൽ വിപണനം നടത്താം. നമുക്കത് ആഹാരമായിട്ട് ഒരു നേരത്തെ ആഹാരമായിട്ട് ഇത് കഴിക്കുകയും ചെയ്യാം. കരകൗശല വസ്തുക്കളുടെ ഭാഗമായിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ചിരട്ട കൊണ്ടുള്ള ഈ പോട്ട്. ഇത് നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. വലിയൊരു തേങ്ങ എടുത്തിട്ട് മുകൾ ഭാഗം കട്ട് ചെയ്ത് ഇങ്ങനെ എക്സോ ബ്ലേഡ് ഇട്ട് ഇങ്ങനെ ഒരു ലൈനൊക്കെ കൊടുത്തിട്ട് ഡ്രില്ലേറ്റ് ഹോൾ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ മെഷീനൊക്കെ ഉണ്ട്. അതിന് കുറച്ചും കൂടിയൊക്കെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇത് നമ്മൾ ഈ ചെടികൾ ഒന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പാളയുടെ ബാഗ് ഉണ്ടാക്കാറുണ്ട് പാള കൊണ്ട്. ടയറായിട്ട് വേസ്റ്റായിട്ടുള്ള നമ്മളുടെ ടയറായിട്ട് പൊട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ജീൻസ് പാൻറ്റ് ഇതൊക്കെ ഇട്ട് ബാഗുകൾ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഒഴിവുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ സാധനങ്ങൾ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ചെറിയ ഈ പപ്പയ്ക്കാന്ന് ഇതിന് പറയാറ്. ഈ ചെറുതാണല്ലോ കാണാറുള്ളത്. ഇത് റെഡ് ലേഡിയാണ്. ഇത് ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് വെച്ച പഴുത്തവിടെ ഇരിക്കുന്നുണ്ട്. റെഡ് ലേഡിയാണ്. ഇത് ഇവിടെ മുതൽ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളതാണ്. ഇത് 3 വർഷത്തോളം നിൽക്കും. ഇത് ഇവിടെ അപ്പൊ നമുക്ക് എളുപ്പമാണ്. വീട്ടിലൊക്കെ എന്ത് വർക്ക് ഉണ്ടെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മധുരമുണ്ട്, നല്ല കളറുണ്ട്. ഇത് ഇടിച്ചൊക്കെയാണല്ലേ? ഇത് ശരിക്കും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ സാധാരണ ഉപയോഗിക്കും. വേറെ എന്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട്? ഉപ്പേരി ഞങ്ങൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ സാമ്പാറിലൊക്കെ ഇടാറുണ്ട്. എൻ്റെ ഒരു സംതൃപ്തി എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇവിടെ വിരുന്നായിട്ട് നമ്മളൊക്കെ കാണാനെത്തിയപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ വസ്തുക്കളാണ് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ട്. കപ്പ നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ
അതുപോലെ ഇഡ്ലിയൻ ചക്ക, അതുപോലെ ചമ്മന്തി, ഇതിലേക്കുള്ള ഒട്ടുമിക്ക ഇൻഗ്രീഡിയൻസും ഇപ്പോൾ തേങ്ങ, ചീനമുളകായിട്ടാണ് ചമ്മന്തി, മാങ്ങ, അതുപോലെ തന്നെ ചിക്കൻ്റെ ബിരിയാണി, ചിക്കൻ, അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും നമ്മൾ ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കിയത് കാണാൻ തന്നെയാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതിൽ ഉള്ളി പോലുള്ള മറ്റു ചില വസ്തുക്കൾ, പിന്നെ തൈര്, പിന്നെ ഒക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പിന്നെ പപ്പായ ഉണ്ട്. ഓക്കെ, അസാധ്യ ടേസ്റ്റ് അല്ലേ? കഴിച്ചു കുറേശ്ശെ കഴിച്ചോളാം. ചമ്മന്തി അപ്പോൾ ഈ തേനീച്ച വളർത്തലിനോടുള്ള ഈ താല്പര്യം എങ്ങനെയാണ്? അതിൻ്റെ പരിപാലനമൊക്കെ എങ്ങനെയായിരുന്നു? കൂടുതൽ ആളുകൾ തേൻ വാങ്ങിക്കുമ്പോൾ അത് ശുദ്ധമല്ല, അതിലെന്തൊക്കെ ചേർത്തിട്ടൊക്കെയാണ്, മായം ചേർത്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പിന്നെ KVK മലപ്പുറം KVK ഇങ്ങനെ ഒരു ക്ലാസ് കൊടുക്കുമ്പോൾ അങ്ങോട്ട് പോവുകയും അതോടൊപ്പം തന്നെ ഇങ്ങനെ കൃഷി ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ നമ്മളെ ചുറ്റിലും നമ്മൾ ഈ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിളകൾക്ക് നമുക്ക് നല്ല ശുദ്ധമായ തേൻ കിട്ടുക എന്ന് മാത്രമല്ല, നമ്മളുടെ മാവ്, തെങ്ങ്, കവുങ്ങ് അതിനൊക്കെ ഒരുപാട് ഗുണമുണ്ട്, ഇരട്ടി പിന്നെ കായ്ഫലങ്ങൾ കിട്ടും എന്നുള്ള അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് ചെയ്തത്. ഞൊടിയൻ തേനീച്ചയാണ് നമ്മൾ ഇതിൽ പല തേനീച്ചയുണ്ട്. ചെറുതേനീച്ചയൊക്കെ നമ്മൾ വളർത്താതെ തന്നെ നമ്മൾ പ്രകൃതിയിൽ പലയിടത്തുണ്ടാവും. വലിയ തേനീച്ചകൾ ഇന്ത്യൻ തേനീച്ച, കോൽ തേനീച്ച, അങ്ങനെ മലൻ തേനീച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട്. ഞൊടിയൻ തേനീച്ചയാണ് നമ്മളിപ്പോൾ സാധാരണ എല്ലാ ഈ വളർത്തുന്ന ആളുകളൊക്കെ ചെയ്യാറ്, അതാണ് സെലക്ട് ചെയ്യാറ്. ഞാൻ ഇവിടെ വന്ന് കൂടിയ മരിക്ക് ഇപ്പോൾ സീനത്താത്താക്കി 6 മണി തൊട്ടിട്ടുള്ള പണി രാത്രി 12 മണി വരെ പണി തന്നെ, വിശ്രമമില്ല. എന്തൊക്കെ പണിയാ സാധാരണ? ഫാമുണ്ട്, ആടുകളുണ്ട്, കോഴികളുണ്ട്, താറാവുണ്ട്, പ്രാവുണ്ട്, പൂച്ചുണ്ട്, മുയലുണ്ട്, എന്തിനു പറയണേ എല്ലാ കാര്യങ്ങളും പുറത്തുണ്ടല്ലോ ആള്, പ്രകടനത്തിലുണ്ട്, മുദ്രാവാക്യം വിളിക്കാനുണ്ട്, സ്റ്റേജിലുണ്ട് അല്ലേ? എല്ലാവരുടെ കാര്യത്തിലും ഉണ്ട്. പാവങ്ങളെ സഹായിക്കാൻ അതിന്റെ ടീമിൽ അതും ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ലൊരാളാണ്, നമുക്ക് നാട്ടിന് വേണ്ട ഒരു നല്ലൊരാളാണ്. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു സഹായം ഉണ്ട്. ഞങ്ങൾ കൂലിപ്പണിക്ക് വരുന്നു, വൈകുന്നേരം ആകുമ്പോൾ 5 മണിക്ക് പണി മാറ്റി പോകും, കൂലി തരും. ഞങ്ങൾക്ക് അതിനൊരു വെറുപ്പില്ലാത്തൊരു ജീവിതമാണ്. അപ്പോൾ നല്ലൊരു എന്തുകൊണ്ടും സന്തോഷം. ഇങ്ങോട്ട് വരുന്നത് ഏറെ സന്തോഷമാണ്. ഓളടുത്ത് വന്നാലും ഒരു തൊഴിലാളി എന്നുള്ള നിലയല്ല, ഞങ്ങൾ കൂട്ടുകാർ അങ്ങനെ ഒരു നിലയിലാണ് ജീവിതം. യോഗ എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അതൊരു മെഡിറ്റേഷനാണ്. ഇപ്പോൾ പല അസുഖങ്ങളൊക്കെ ആയിട്ട് ഡോക്ടറെയൊക്കെ സമീപിക്കുമ്പോൾ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ യോഗയും കൂടി ചെയ്യണമെന്നാണ്. പല ആളുകളും നമ്മളെ അതുകൊണ്ട് സമീപിക്കാറുണ്ട് യോഗ പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മുസ്ലിങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം 5 നേരത്ത് നമസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരിക്കൽ അതേപോലെ നമസ്കാരത്തെയും യോഗയും കൂടി ഇപ്പോൾ പല ആളുകളും പറഞ്ഞാൽ എന്തിനാ നമസ്കാരം യോഗയൊക്കെ എന്ന് പറയും. പക്ഷേ നമസ്കാരം തന്നെ ഇത് യോഗ പഠിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മൾ നമസ്കാരം കറക്റ്റ് നമ്മളടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മളെന്തൊക്കെയോ അശ്രദ്ധയായിട്ട് നമസ്കാരം പോലും അശ്രദ്ധയിലെ കൊണ്ടുവന്നു. പക്ഷേ അത് തന്നെ നമ്മളെ ബോഡിക്ക് ചിലവർ തെറ്റായിട്ട് ചെയ്യുമ്പോൾ അത് ദോഷം ചെയ്യും. അപ്പോൾ നല്ലപോലെ ചെയ്യുകയാണെങ്കിൽ യോഗ പഠിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ 5 നേരത്ത് നമസ്കരിക്കുമ്പോൾ അതിൻ്റെ ഓരോ ചെയ്യുന്ന
ഭാഗങ്ങൾ നന്നായിട്ട് ചെയ്യാം. യോഗേനെ കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ പത്മാസനയിൽ ഞാനിരുന്നു. അത് നമ്മൾക്ക് നല്ല ഓക്സിജൻ ലഭിക്കാൻ, ശരീരത്തിന് നല്ല മൈൻഡ്, നമ്മൾ ഫ്രീ ആയിട്ടുള്ള നല്ലൊരു മൈൻഡ് കിട്ടാനൊക്കെ നല്ലതാണ്. വളരെ ആരോഗ്യവും മൈൻഡും ഒക്കെ നന്നാവാൻ ഈ യോഗ ചെയ്യണം. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി, മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി, ഏതാണി രാജാത്തി. നമ്മളൊക്കെ എല്ലാത്തിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ കുടുംബമാണ്. ഈ കുടുംബത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് ഇതിനെ, കാരണം കുടുംബം നമുക്ക് മനോഹരമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സമൂഹം, നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്, സമൂഹത്തിലുള്ള ഇത് എന്താണ് എന്ന് മനസ്സിലാവാതെ ഒരു വ്യക്തിക്കും നല്ലപോലെ കുടുംബം കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ നമ്മളെ ഇമ്പോർട്ടൻ്റ് കുടുംബം തന്നെയാണ്. മക്കളും വളരെ സപ്പോർട്ട് ചെയ്യുന്നു. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴും രാത്രി പോകുമ്പോഴും എങ്ങനെ വരണം, എവിടെ ഇറങ്ങണം, നമ്മളെടുക്കാനും എല്ലാ സപ്പോർട്ടും ഭർത്താവാണ്. ഒരേ സമയം വീട്ടമ്മയാണ്, കർഷകയാണ്, അതുപോലെ തന്നെ ആട് വളർത്തല്, പശു വളർത്തല്, മുയൽ വളർത്തല്, കോഴി, താറാവ്, യോഗ, കരാട്ടെ, പിന്നെ നീന്തല്. ഇതിലെല്ലാം ഉപരി നല്ല ഒരു ആക്ടിവിസ്റ്റും സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താവുമായിട്ടാണ് സാധാരണ അറിയപ്പെടുന്നത്. ഇതിൻ്റെ എല്ലാം പ്രചോദനം ശരിക്കും എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്? പല സാഹചര്യങ്ങളും പല വ്യക്തികളും പല മാധ്യമങ്ങളും നമുക്ക് ഈ ഒരു മേഖലയ്ക്ക് എത്താൻ പ്രചോദനമാണ്. പക്ഷെ അതിലേക്കെല്ലാം എന്നെ എത്തിച്ചത് ഒരു വീട്ടിൽ 4 ചുമരിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കുട്ടികളും ഒക്കെ ആയതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങുന്നത്. അത് യഥാർത്ഥത്തിൽ ഖുർആൻ തന്നെയാണ്. ഖുർആൻ പഠിക്കാം അങ്ങനെ ഒരു ആഗ്രഹം തോന്നി പഠിച്ചു തുടങ്ങിയപ്പോഴാണ് പല ആയത്തുകളും നമ്മളെ ഒരുപാട് മാറ്റി. സൂറത്ത് സുമറിൽ 18-ാമത്തെ വചനം, അല്ലദീന യസ്തമിയൂനൽ കൗല യത്തബിയൂനൽ ഹസന ഉലൈക അല്ലദീന ഹദാമുള്ള വ ഉലൈക ഹുമുൽ ഉലുൽ അൽബാബ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ബുദ്ധിമാന്മാർ എന്നുള്ള നേരായ വഴിയിൽ നടക്കുന്നവരാരാണ് എന്ന് അതിൽ നിന്ന് തന്നെ പറയുന്നുണ്ട്. എല്ലാത്തിനെയും ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ നല്ലത് എന്ന് തോന്നിയതിന് അതിനെ പിൻപറ്റുക. അതിലൊരുപാട് ഞാൻ അങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോൾ ഒരുപാടുണ്ട്. അപ്പം ഞാൻ എല്ലാം വായിക്കും, എല്ലാം കേൾക്കും. അത് എന്തിനെയാണോ ആയത്ത് ചിലപ്പോൾ ഖുറാനിലുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് എന്താണോ ഏറ്റവും നല്ലതെന്ന് തോന്നുക, നമുക്ക് ചെയ്യാൻ പറ്റണത് ഏതാണോ അത് ചെയ്യാന്നുള്ള ഒരു ഇതിലാണ് ഞാൻ സംഘടനാ പ്രവർത്തനവും മറ്റു പൊതുപ്രവർത്തനമൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ അങ്ങനെ ഓരോന്ന് വായിക്കുമ്പോഴും കേൾക്കുമ്പോൾ എന്നെ ചെയ്യണം. അങ്ങനെ വന്നതാണ് ഈ കരാട്ടയും യോഗയും. യോഗ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏതൊരു പ്രവർത്തകയ്ക്കും ഒരു വീട്ടമ്മയ്ക്കും നല്ലൊരു ബോഡി നല്ലൊരു ഇതുണ്ടാവുക. കരാട്ട എന്ന് വെച്ചാൽ നമ്മൾ ഈ പൊതുപ്രവർത്തനമൊക്കെ ഇറങ്ങി തരുമ്പോൾ നമുക്കൊരു പ്രതിരോധിക്കാം. ഒരു ആയോധനക്കല്ല നമ്മളെ കയ്യിൽ വേണം. കൃഷിയാണെങ്കിലും നല്ല അങ്ങനെ ഓരോന്നും